ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ക്യാബേജ് ദോശ ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ നീർദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നീർദോശയ്ക്ക് ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അരി എടുത്തു. ആ അരി 5 മണിക്കൂർ നേരത്തേക്ക് കുതിർക്കാനിടുവാണ്. ഇനി നീർദോശയുടെ മാവ് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ജാറിൽ നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന അരി മാറ്റിയതിന് ശേഷം 1 കപ്പ് തേങ്ങാപ്പിരിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ തേങ്ങാപ്പിരിയും ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി മാവ് ആയതിനു ശേഷം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മാവ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലോട്ട് ചേഞ്ച് ചെയ്തെടുക്കാം. ഈ ഒരു പരുവാക്കിയെടുക്കാൻ. നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം മാവ് റെഡിയാക്കാൻ. പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. ഒരു മൂടി യൂസ് ചെയ്തൊന്ന് അടച്ച് വയ്ക്കുക. എന്നാലേ ദോശ നല്ല വെന്ത് കിട്ടത്തുള്ളൂ. അത് മൂടി വയ്ക്കാൻ മറക്കരുത്. ഒരു മിനിറ്റ് മൂടി വയ്ക്കണം. അങ്ങനെ നമ്മുടെ നീർദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് തേങ്ങാ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വറുത്തരച്ച തേങ്ങാ ചട്നി. തേങ്ങാ ചട്നിക്ക് ആവശ്യമായ സാധനങ്ങൾ:
അരമുറി തേങ്ങ, 2 വറ്റൽമുളക്, ഒരു മീഡിയം സൈസ് സവാള, ഒരു കറിവേപ്പില. ഒരു പാൻ വെച്ചതിന് ശേഷം നമ്മുടെ തേങ്ങാപ്പീരയും സവാളയും വറ്റൽമുളകും ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഒരു ഹാഫ് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ കറി ലീഫ് ഇട്ട് കൊടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിനുശേഷം ഉപ്പ് ആഡ് ചെയ്യുക ആവശ്യത്തിന്. നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ വറുത്തരച്ച തേങ്ങാ ചട്നി റെഡി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.